നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ നീ പായസം ഉണ്ടാക്കിയതിരിക്കട്ടെ, അനുവാദം കൂടാതെ ഇനി ഇവിടെ ഒരു കാര്യവും ചെയ്യരുത്. ഇത് മഹിക്ക് കൊടുക്കണ്ട. പറഞ്ഞത് കേട്ടല്ലോ. അവളുടെ ഒരു പായസം എവിടെയെങ്കിലും പോയിരുന്ന് നീ തന്നെ കുടിക്കടി. ശ്രീ മഹേശ്വര, ഈ നിവേദ്യം മഹിയേട്ടന് കൊടുക്കാൻ ഇവരാരും സമ്മതിക്കുന്നില്ലല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? നീ എന്താലോചിച്ചോണ്ട് നിക്കുക? ഒന്നുമില്ല. ഇങ്ങനെ ഒരു സാധനം. ഇരിക്കുന്നൊന്നുമില്ല. അല്ല, നീ ഇതുവരെ റെഡി ആയില്ലേ? നിന്നെയും കൊണ്ട് കോടതിയിലേക്ക് പോകാനാ ഞാൻ വന്നത്. നിന്റെ കേസിന്റെ വിധി പറയുന്ന ദിവസം ഇന്നാണെന്ന് നീ മറന്നുപോയോ? മറന്നിട്ടൊന്നുമില്ല, എന്തോ ഒരു ടെൻഷൻ. എന്തിനാടാ ടെൻഷൻ? ഞാനില്ലേ കൂടെ. പിന്നെ സത്യം നിന്നോടൊപ്പമായിരിക്കും. നീ തന്നെ ഈ കേസ് വിജയിക്കും മഹി. വക്കീലേ, ഈ കേസിന്റെ കാര്യത്തിനായി കോടതിയിൽ മുമ്പ് പോയിട്ടുള്ളപ്പോഴെല്ലാം ഇതാ ഇവന്റെ അവസ്ഥ. ആവശ്യമില്ലാത്ത ടെൻഷനാ. മഹി, നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തല്ലേ ഈ കേസിന്റെ വക്കീൽ. പിന്നെ എന്തിനാ മോനെ നീ ടെൻഷൻ ആവുന്നേ? ഇവൻ എന്റെ സുഹൃത്തായതുകൊണ്ട് കോടതി എന്നോട് കരുണ കാണിക്കണമെന്നില്ലല്ലോ അമ്മേ. ഇന്ന് കോടതി വിധി പറയുമ്പോ അത് മഹേട്ടനെതിരാവുന്ന മഹേട്ടന്റെ പേടി. മോനെ, തെറ്റ് ചെയ്യാത്തവരെന്തിനാ പേടിക്കുന്നത്? തെറ്റിദ്ധാരണ കൊണ്ട് ചിലര് വിഷമിപ്പിച്ചേക്കാം. സത്യം പുറത്തു വരുമ്പോ ആ തെറ്റിദ്ധാരണയെല്ലാം മാറും മോനെ. കേസിന്റെ വിധി മഹിക്ക് അനുകൂലമാവുന്ന എന്റെ വിശ്വാസം. കാരണം മഹി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു നിരപരാധിയെ ശിക്ഷിക്കാൻ ഒരു കോടതിയും തയ്യാറാവില്ല. അവരുടെ വക്കീൽ അല്പം കുഴപ്പക്കാരനാണല്ലോ. അയാൾ ഇന്നേ ദിവസം മഹിക്കെതിരെ അനാവശ്യമായ മറ്റേതെങ്കിലും ആരോപണമായിട്ട് വരൂ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കോടതിക്ക് മുന്നിൽ നിലനിൽക്കില്ല. കോടതിക്ക് ആവശ്യം തെളിവും സാക്ഷികളുമാണ്. ഈ ആരോപണങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അടുത്തു വർഷം ഒന്ന് കഴിഞ്ഞില്ലേ? ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഇങ്ങനെ പഴി കേൾക്കാൻ വയ്യ. വിഷമിക്കാതടാ, ഇതിനെല്ലാം ഇന്നത്തോടെ പരിഹാരം ഉണ്ടാവും. നീ കോടതിയിലേക്ക് പോ, റെഡിയാവും. ഞാൻ വെയിറ്റ് ചെയ്യാം. ചെല്ലടാ. വക്കീലെ, മഹേട്ടനെ കോടതി ഇന്ന് ശിക്ഷിക്കില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? മഹി ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല. ആ സത്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഗൗരിയുടെ മരണത്തിന് പിന്നിൽ അവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്ന പോലെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടതാണ്. ആ സത്യം എന്നെങ്കിലും പുറത്തു വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.